സ്വർഗത്തിൽ നിധി കരുതി വയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. ഭൂമിയിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ സ്വരൂപിക്കരുത്, എന്തെന്നാൽ പുഴുവും തുരുമ്പും അവ നശിപ്പിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ നിങ്ങൾ കരുതുവിൻ. വചനം പറയും, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും ആയിരിക്കും. ഒന്നാമതായി, അത്യാഗ്രഹത്തിന് എതിരെയുള്ള മുന്നറിയിപ്പ്. ഭൂമിയിൽ നിങ്ങൾക്കായി നിധികൾ സ്വരൂപിക്കരുത്. പുരാതന ഗ്രീക്ക് ചിന്തയിൽ ഈ ഒരു കണക്കുകൂട്ടൽ വളരെ പ്രബലമായിരുന്നു. ഭൂമിയിലെ നിധി നിങ്ങൾക്കായി നിങ്ങൾ സമ്പാദിക്കരുത് എന്ന്. ഭൗമിക നിധി താൽക്കാലികവും മടങ്ങിപ്പോകുന്നതുമാണ്. എന്നാൽ സ്വർഗീയ നിധി എപ്പോഴും സുരക്ഷിതമാണ്. നീ വിലപ്പെട്ട ഒരു നിധി ഉള്ള വ്യക്തിയാണെങ്കിൽ, അതൊരിക്കലും നഷ്ടപ്പെടാതെ ഇരിക്കുവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൻ്റെ പേരാണ് സ്വർഗീയ നിധി. ഭൗമികമായ നിധിയുടെ വില ഭൗമികമായ തലങ്ങളിൽ ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. എന്നാൽ ഭൗമികമായ നിധി കൊണ്ട്, സമ്പാദ്യം കൊണ്ട് ആത്മീയ സ്വർഗീയ നേട്ടങ്ങൾ കൊയ്യുവാൻ നമുക്കാകും. അങ്ങനെയാണ് ഭൂമിയിൽ വച്ച് തന്നെ നാം സ്വർഗീയ നിധികൾ സ്വന്തമാക്കുന്നവരാകുന്നത്. ധനവാനായ യുവാവിനോട് അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത്, നിനക്ക് ഒരു കുറവുണ്ട്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. നിനക്ക് ഒരു കുറവും ഇല്ലാത്ത അവസ്ഥയാണ് സ്വർഗീയ നിധിയുടെ അനുഭവം. 1992 ഒരു സർവേയിൽ അമേരിക്കൻ സ്വപ്നം എന്ന ഒരു ആശയം അവിടെ അവർ പറയുകയുണ്ടായി. ഒരു വ്യക്തിക്ക് സന്തോഷം കണ്ടെത്തുവാൻ എത്ര സമ്പാദ്യം ഒരു വർഷം ആവശ്യമാണ് എന്നതായിരുന്നു അന്വേഷണം. പ്രതിവർഷം $25,000 അതിൽ കുറവോ സമ്പാദിക്കുന്നവർ ഏകദേശം $54,000 വേണ്ടിവരുമെന്ന് കരുതി. $1,00,000 വാർഷിക വരുമാന പരിധിയുള്ളവർ പറയുന്നത് ഒരു വർഷം ശരാശരി $1,92,000 സ്വപ്നം വാങ്ങുവാൻ ആകുമെന്നാണ്. ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് നല്ല ജീവിതം കണ്ടെത്തുവാൻ, നമ്മുടെ സ്വപ്ന ജീവിതം കണ്ടെത്തുവാൻ നമുക്കിപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടി വരുമാനം നാം എപ്പോഴും നിശ്ചയിക്കും. എന്നാൽ മനുഷ്യന് അവനുള്ളതിൻ്റെ എത്ര ഇരട്ടി കിട്ടിയാലും അത് മതിവരുകയില്ല എന്നത് മറ്റൊരു സത്യം. പൗലോസ്ലീഹ തിമോത്തിയോക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയും, ഇപ്പോൾ സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലിയ നേട്ടമാണ് എന്ന്. യഥാർത്ഥമായ സന്തോഷവും സംതൃപ്തിയും ഇപ്പോൾ ഉള്ള സംതൃപ്തിയോടുകൂടിയുള്ള ദൈവഭക്തിയാണ്. രണ്ടാമതായി, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ നിങ്ങളുടെ ഹൃദയവും ഉണ്ടാകും. നമ്മുടെ ഭൗമിക നിധികൾ, സമ്പാദ്യങ്ങൾ ഈ ജീവിതത്തിൽ നിന്ന് അടുത്തതിലേക്ക് കടക്കുക സാധ്യമല്ല. എന്നാൽ നമ്മുടെ നിധികളുടെ ഉപയോഗത്തിലൂടെ ദൈവരാജ്യത്തിനു വേണ്ടി ചെയ്തിട്ടുള്ള നന്മ നിത്യതയിലും നിലനിൽക്കുന്നു. ഭൗമികമായി സമ്പത്തുള്ളവൻ അവൻ്റെ സ്വപ്നവും ഹൃദയവും എപ്പോഴും ആത്മീയമായ സമ്പത്തിനു വേണ്ടി ആഗ്രഹിക്കുകയും ദാഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവൻ സ്വർഗനിധിക്ക് യോഗ്യനാണ്. അതിന് കർത്താവ് നൽകുന്ന ഏറ്റവും സുന്ദരമായ വചനമാണ്, നിന്റെ കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. ആ കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു, നിന്റെ പ്രകാശം തന്നെ അന്ധകാരമാണെങ്കിൽ നിന്നിലുള്ള അന്ധകാരം എത്രയോ വലിയ അന്ധകാരമാകും. അതുകൊണ്ട് ഭൗമിക നിധിയെയും സ്വർഗീയ നിധിയെയും വേർതിരിക്കുന്ന ഏറ്റവും സുന്ദരമായ സത്യം പ്രകാശവും അന്ധകാരവുമാണ്. ഭൗമിക നിധി മരണത്തോടുകൂടി ഈ ഭൂമിയിൽ നമുക്ക് അന്യം വരുന്നു. അത് അന്ധകാരത്തിൻ്റെ തലമാണ്. സ്വർഗീയ നിധി മരണത്തിൻ്റെ അപ്പുറം സ്വർഗീയ തേജസ്സിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. അത് സ്വർഗീയ നിധിയും. ഇവ രണ്ടിനെയും വേർതിരിക്കുന്നത് ദർശനങ്ങളാണ്. കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്,
സ്വർഗത്തിനെ കാണുവാൻ വേണ്ടി നിന്റെ ദർശനം, നിന്റെ യഥാർത്ഥമായ ആത്മീയ നേത്രം തുറക്കേണ്ടതുമുണ്ട് എന്ന സത്യം കർത്താവ് പറയാതെ പറയുകയാണ് ഇവിടെ. ഉദാരമാനസരായിരിക്കുന്നത് നമ്മിലേക്ക് പ്രകാശം കൊണ്ടുവരുന്ന സത്യമാണ്. അതുപോലെ തന്നെ രണ്ടാം സത്യം, ഏകമാനസരായിരിക്കുന്നതും ഈ ദിവ്യപ്രകാശം നമ്മിലേക്ക് കൊണ്ടുവരുന്നതാണ്. മനസ്കരാകുക എന്നാൽ മറ്റുള്ളവരുടെ വേദനകൾ ഞാൻ മനസ്സിലാക്കി അവരെ സഹായിക്കുക. ഏകമാനസരെന്നാൽ എന്നെപ്പോലെ തന്നെ മറ്റുള്ളവരെയും ഞാൻ സ്നേഹിക്കുക എന്നാണ്. പുരാതന യഹൂദന്മാർക്കിടയിൽ അസൂയയും അത്യാഗ്രഹവും സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ചിരുന്ന ഒരു പദമാണ് ദുഷിച്ച കണ്ണ് എന്ന പ്രയോഗം. അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ വിശുദ്ധി പരമപ്രധാനമാണെന്ന് കർത്താവ് നമ്മോട് പറയും. കർത്താവ് പറയും, സമ്പത്തിനെയും ദൈവത്തെയും നിനക്ക് ഒരുപോലെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല. സമ്പത്തിൽ നിനക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ കുറവുകൾ കാണുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നീ സമ്പത്തിനെ മാത്രം സ്നേഹിക്കുന്നവനാണ്. നീ ദൈവത്തെ സ്നേഹിക്കുന്നവനാണെങ്കിൽ നിന്റെ സമ്പത്ത് കൊണ്ട് മറ്റുള്ളവരെ നീ ദൈവീക സ്നേഹത്താൽ നിറയ്ക്കുന്നവനായിരിക്കും. നമ്മുടെ സമ്പത്തിനെ നമുക്ക് ദൈവസ്നേഹത്താൽ ജീവിക്കുവാൻ ഈ ഭൂമിയിൽ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ദൈവസ്നേഹത്തിൻ്റെ സമ്പത്ത് ആർജിക്കുന്നവരായി നമുക്ക് മാറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.